ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അല്പനേരത്തെ തിരുവചന ധ്യാനത്തിനായി ഇന്ന് ഒന്നാം പാഠമായിട്ട് വായിച്ച സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം, അതിൻ്റെ മുഴുവൻ വാക്യങ്ങളും ഒന്നാം പാഠഭാഗം വായിച്ചപ്പോൾ ചില വാക്യങ്ങൾ മാത്രമേ വായിച്ചുള്ളൂ. എന്നാൽ ഇന്നത്തെ ബൈബിൾ ധ്യാനത്തിനും പഠനത്തിനുമായി സദൃശവാക്യങ്ങൾ 4-ാം അധ്യായം മുഴുവൻ വിഷയീഭവിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സഭയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള തീം എഡ്യൂക്കേഷൻ ദാറ്റ് ലീഡ്സ് ടു ഡിവൈൻ ട്രൂത്ത്, ദൈവിക സത്യത്തിലേക്ക് നയിക്കേണ്ട വിദ്യാഭ്യാസം എന്നുള്ളതാകുന്നല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ പഠനം ആരംഭിച്ചിരിക്കുന്നു. നമ്മളുടെ മുതിർന്ന കുഞ്ഞുങ്ങൾ കോളേജ് പഠനമൊക്കെ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ അവരെ പഠിപ്പിക്കുവാനായി ഈ വർഷം സമർപ്പിതരായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ പ്രത്യേക വിഷയം ധ്യാനിക്കുന്നത്. സോ വെൻ വി go through the verses of Proverbs chapter 4, we can see 5 simple lessons that a loving father teaches his children. തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു സ്നേഹനിധിയായ പിതാവ് പഠിപ്പിക്കുന്ന 5 പാഠങ്ങൾ നമുക്ക് ആ 4-ാം അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. പെട്ടെന്ന് ഞാൻ പറഞ്ഞ സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും. അതിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, വേഴ്സ് കമൻസിങ് ഫ്രം 1 through 13, വി ക്യാൻ സീ അദ്ദേഹം പറയുന്നു ജ്ഞാനം പ്രാപിക്കുക എന്ന് പറയുന്നു. ഗെറ്റ് വിസ്ഡം. തൻ്റെ മക്കളെ ആ പിതാവ് എൻകറേജ് ചെയ്യുകയാണ്. ഹി എൻകറേജസ് ഹിസ് ചിൽഡ്രൻ to get wisdom. What is wisdom? Wisdom is the application of knowledge. We have knowledge, plenty of knowledge. Particularly the students, those who are living in United States of America, you have many opportunities and favorable circumstances to improve and enlarge your knowledge. But wisdom is totally different from knowledge. Wisdom is the application of knowledge. That means practice things that you have been taught. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ഒരു ഡിസ്ക്രിഷൻ എന്നൊക്കെ പറയുമല്ലോ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ എബിലിറ്റി ടു മേക്ക് റൈറ്റ് ചോയ്സസ്. ഒരുപാട് ചോയ്സ് വരുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോയ്സ്. ഇവിടെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് 2 തരത്തിൽ വിസ്ഡത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, ലിസണിങ്ങിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിസ്ഡം. അതായത് ശ്രദ്ധിപ്പീൻ, എൻ്റെ വചനങ്ങളെ ശ്രദ്ധിപ്പീൻ, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതിലൂടെ വിസ്ഡം പ്രാപിക്കപ്പെടുന്നു എന്ന് പ്രത്യേകമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കേണ്ടത് വിസ്ഡം കംസ് ഫ്രം എബവ്. ദൈവത്തിൻ്റെ കരുണയില്ലെങ്കിൽ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ജ്ഞാനപൂർണരായിരിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. സോ വി നീഡ് ടു ലിസൺ ഹിസ് വേർഡ്സ്. ഇന്ന് നമുക്ക് പറയാൻ എല്ലാവർക്കും താല്പര്യമാണ്, ബട്ട് വി ഡോണ്ട് ലൈക്ക് ടു ലിസൺ അതേഴ്സ്. പേരൻസ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, അവർക്ക് എന്താ പറയുന്നതെന്ന് കേൾക്കണം. അധ്യാപകർ കുഞ്ഞുങ്ങളെ കേൾക്കണം, അവർക്കെന്താണ് പറയാനുള്ളത്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കണം. വി ആർ ഓൾവേസ് റെഡി ടു സേ സംതിങ് ടു അതേഴ്സ്, ബട്ട് വി ആർ നോട്ട് റെഡി ടു ഹിയർ അതേഴ്സ്. എ ഗുഡ് ലിസണിങ് വിൽ ലീഡ്സ് ടുവേഡ്സ് ദ വിസ്ഡം. നല്ല കേൾവി ഒരു ജ്ഞാനത്തിലേക്ക് നയിക്കുമെന്ന് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ട് വിശദീകരിക്കാൻ സമയമില്ലല്ലോ. മറ്റൊന്ന് പറയുന്നത്, ഈ വിസ്ഡത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് എന്താ അറിയുമോ? വിസ്ഡം വിൽ സേവ് യു. ഈ ജ്ഞാനം നിന്നെ രക്ഷിക്കും. അതുകൊണ്ട് ഈ ജ്ഞാനം പ്രാപിക്കുക എന്നുള്ളതാണ് ഈ അപ്പന് ഈ മക്കളോട് പറയാനുള്ള ആദ്യത്തെ പാഠം. ഗെറ്റ് വിസ്ഡം. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഓർത്തോണം കുഞ്ഞുങ്ങളെ, എന്തെങ്കിലും നേടാനോ വെട്ടിപ്പിടിക്കാനോ ഒന്നുമല്ല.
എല്ലാം മായയാണ്, എല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ജ്ഞാനസമ്പൂർണരായി ദൈവത്തോട് ചേർന്ന് ഈ വിസ്ഡം അത് പ്രാപിച്ച് ജീവിപ്പാനായിട്ട് നമുക്കിടയാവണം. നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വിവേചന ശക്തിയോടെ ജീവിപ്പാനായിട്ട് നമുക്ക് ഇടയാവണം. അതുകൊണ്ട് ഇവിടെ യേശു കർത്താവ്, ഇന്ന് ഞാൻ സുവിശേഷ ഭാഗത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണല്ലോ സുവിശേഷ ഭാഗം വായിച്ചത്. അപ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. So knowing the Lord God, that is the real way of to attain or to acquire the wisdom. കർത്താവിനെ അറിയുക, അവൻ്റെ പാതയിൽ ജീവിക്കുക. 2, ഇവിടെ പറയുന്ന ഉപദേശം അതിൻ്റെ 14 മുതൽ വേഴ്സസ് കമൻസിങ് ഫ്രം 14 through 19 we can see another advice of Father. That is, be careful who your friends are. നിൻ്റെ കൂട്ടുകാരാരാണ്, അല്ലെങ്കിൽ നീ ഇടപെടുന്ന സാഹചര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നിനക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. അതിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്, ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കരുത്, അതിനോട് അകന്നു നിൽക്കുക, അതിൽ നടക്കരുത്. ഞാനിതൊന്നും വായിക്കുന്നില്ല, കാരണം I will give opportunity to you to reflect these Bible verses. Be careful who your friends are. So Father warns his children about the destructive ways of those in the world. And he tells to stay as far away from sin as possible. Because there will be a chance of fall. When we are looking around, there are many ways, there are many destructive ways. So this loving Father, he gives advice to his son that you stay away from sin as possible and choose friends wisely and avoid the path of wicked. ഒന്നാമത്തെ സങ്കീർത്തനവും നമുക്കറിയാം. ഫസ്റ്റ് സാം പഠിച്ചാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം അവിടെ മനുഷ്യരുടെ ചലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ നിൽക്കുക, ഇരിക്കുക, നടക്കുക. ചിലയിടങ്ങളിലൊന്നും നിൽക്കരുതെന്നും ചിലയിടത്തൊന്നും ഇരിക്കരുതെന്നും ചിലയിടത്തൊന്നും നടക്കരുതെന്നും പറയുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഭാഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സദൃശവാക്യങ്ങളിലെ ഈ സ്നേഹമുള്ള അപ്പൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന 2ാമത്തെ ഉപദേശമാണ് ബി കെയർഫുൾ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ. അതിനോട് ചേർന്നാണ് യേശു ക്രിസ്തു പറഞ്ഞ വാക്യം കൂടെ നമ്മൾ നോക്കണം. ഐ ആം ദ വേ ആൻഡ് ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ ലൈഫ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. ഹീ ഈസ് ദ റിയൽ ഫ്രണ്ട്, യഥാർത്ഥ കൂട്ടുകാരൻ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്നതാണ്, കുഞ്ഞുങ്ങളോടൊക്കെ പറയുന്നതാണ്, എവരി ഫ്രണ്ട് ഹാസ് ആൻ എൻഡ്. ലാസ്റ്റ് 3 ലെറ്റേഴ്സ് നോക്കി, എവരി ഫ്രണ്ട് ഹാസ് ആൻ എൻഡ്. ഗേൾ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ഫാമിലി ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ഏത് ഫ്രണ്ടാണെങ്കിലും എൻഡുണ്ട്, ഒരവസാനമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്ന ദൈവമാകുന്നു. അവനോട് ചേർന്ന് നടപ്പാനായിട്ട് നാം ശ്രമിക്കണം. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്നേഹമൊക്കെയാണ്, കരുതലൊക്കെയാണെന്ന് തോന്നും. ബട്ട് ഓൾവേസ് ബി കെയർഫുൾ ടു ചൂസ് യുവർ ഫ്രണ്ട്സ്. 3rd one, 20 മുതൽ 23 വരെ വേഴ്സസ് കമൻസിങ് ഫ്രം 20 through 23 we can see another advice. Guard your heart. നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായിക്കുക. എന്ന് അവിടുന്ന് അങ്ങോട്ട് വായിക്കുന്ന ഒരു വാക്യങ്ങൾ 20 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഗാഡ് യുവർ ഹാർട്ട്, ഹൃദയത്തെ സൂക്ഷിക്കുക. ഇതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറയുമ്പോൾ, ഐസ് ആർ ഡൗൺലോഡിങ് ഡിവൈസ് ഓഫ് ഹാർട്ട് ആൻഡ് മൈൻഡ്. വാട്ട് യു ലുക്ക്
വിൽ ബി ഡൗൺലോഡഡ് ഇൻ യുവർ ഹാർട്ട്. നിങ്ങൾ എന്താണോ നോക്കുന്നത്, ഇന്ന് നമ്മൾ ഒത്തിരി ലുക്കിന് പ്രാധാന്യം കൊടുക്കുന്നതാണല്ലോ. നമ്മളെന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കാപ്പയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ചോദിക്കും എങ്ങനെയുണ്ട്, ഒരു ലുക്ക് അല്ലേ, അല്ലെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ ചോദിക്കും എങ്ങനെയുണ്ട്. ലുക്കിന് നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ എന്താണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്നത്, അതാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. ആ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു മുഖാന്തരമാണ് ഈ കാഴ്ചകൾ എന്നുള്ളത്. And what you look will be downloaded in you and affects how you think and how you live. So dear children, always be careful about the things that you look. നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം. എല്ലാവരും കാണുന്നത് പോലാണോ ഞാൻ കാണുന്നത്, അതോ വ്യത്യസ്തമായിട്ട്? സോ ട്രൈ ടു ഡു തിങ്സ് ഡിഫറൻ്റ്ലി. Winners not do different things, but they are doing things differently. This is a famous statement of Shiv Khera. And he told that winners, they don't do different things, but they are doing things differently. സോ നിങ്ങളുടെ കാഴ്ചകൾ ഒരുപാട് പ്രാധാന്യം ഉള്ളതാണ്. അതുകൊണ്ട് രാജാവായ ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ കാണുന്നതും അറിയുന്നതും ഒക്കെ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് എൻ്റെ ഹൃദയത്തിലാണ്. ദെൻ ദ ഗോഡ് വിൽ എക്സാമിൻ മൈ ഹാർട്ട്. സോ ഐ വാണ്ടഡ് ടു ഗാർഡ് മൈ ഹാർട്ട്. എൻ്റെ ഹൃദയത്തെ ഞാൻ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. നാലാമതായി, ഈ അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം, വാച്ച് യുവർ വേർഡ്സ്. വേഴ്സ് 24 വി ക്യാൻ റീഡ്. വായുടെ വക്രത നിങ്കൽ നിന്ന് നീക്കിക്കളക, അധരങ്ങളുടെ വികടം നിങ്കൽ നിന്ന് അകറ്റുക. ആ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്, ആ അപ്പം കൊടുക്കുകയാണ്. എന്താണ്? മോനെ, നിൻ്റെ വാക്കുകൾ സൂക്ഷിക്കുക. വാച്ച് യുവർ വേർഡ്സ്. വാട്ട് ആർ വി ടോക്കിംഗ്? വാട്ട് ഈസ് ദ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് വി ഹാവ്? വാട്ട് ഈസ് ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് വി ആർ adopting to communicate to certain people, and how we are interacting towards others? ഇവിടെ പറയുന്നു, നിൻ്റെ വാക്കുകൾ സൂക്ഷിക്കുക. ബൈബിളിൽ നോക്കുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാകും, നിൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തുക. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എൻ്റെ അധരദ്വാരം കാക്കണമേ. സ്വിച്ചിട്ടുള്ള അടയുന്ന ഗരാഷൊക്കെ നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങൾ. സോ മെനി വി ആർ ലിവിങ് ഇൻ ദിസ് സൊഫിസ്റ്റിക്കേറ്റഡ്, ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ്. അപ്പോൾ എല്ലാം കാക്കാൻ നമുക്കുണ്ട്, ക്യാമറകളുണ്ട്, ഭയങ്കര കാവലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ പറയുന്നു, എൻ്റെ അധരദ്വാരം ദൈവമേ നീ കാക്കണമേ. എൻ്റെ വാക്കുകൾ മറ്റുള്ളവനെ മുറിപ്പെടുത്തുന്നതാകരുത്. എൻ്റെ വാക്കുകൾ മറ്റുള്ളവനെ ഹീൽ ചെയ്യുന്നതാവണം. എൻ്റെ വാക്കുകൾ സ്നേഹം വിളിച്ചു വരുത്തുന്നതാവണം. എൻ്റെ വാക്കുകൾ കർത്താവേ അവിടുത്തെ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്ന ഒരനുഭവം സൃഷ്ടിക്കുന്നതാവണം. പറയുന്നു, വാച്ച് യുവർ വേർഡ്സ്. അവർ വേർഡ്സ് ക്യാൻ ബ്രിങ് ബോത്ത് ലൈഫ് ആൻഡ് ഡെത്ത്. ജീവനും കൊണ്ടുവരാൻ പറ്റും, വാക്കുകൊണ്ട് ഒരുത്തനെ കൊല്ലാൻ പറ്റും കേട്ടോ. നമുക്ക് വാക്കുകൊണ്ട് ഒരുത്തനെ വെട്ടിമുറിക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ പറയുന്നത്, അവർ വേർഡ്സ് ക്യാൻ ബ്രിങ് ബോത്ത് ലൈഫ് ആൻഡ് ഡെത്ത്. സോ ഈ മോനോട് പറയുന്നു, നിൻ്റെ വാക്കുകൾ എപ്പോഴും എൻകറേജ് ആൻഡ് സ്ട്രെങ്തൻ അതേഴ്സ് നോട്ട് ടു ഡിസ്ട്രോയ് ദർ ലൈഫ് ആൻഡ് ടീച്ച് ദം ടു ഗാർഡ് ദർ ടങ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പഠിപ്പിക്കണം, മോനെ കുഞ്ഞെ നീ നല്ലതേ പറയാവുള്ളൂ. നല്ല നല്ല വാക്കുകളെ നാവിൽ നിന്ന് വന്നിടാവൂ. നന്നന്ന നാനാന ചീത്തത്തരം പൊട്ടച്ചൊല്ല് പെട്ടെന്നൊന്നും ചൊല്ലിയിടല്ലേ.
നന്നന്ന നാനാന. അടിപിടിയൊന്നും വേണ്ടേ വേണ്ട, ആളുകളിക്കേം വേണ്ട, അധികപ്പറ്റു പറഞ്ഞു പറഞ്ഞ് അധികം പാപം ചെയ്യരുത്, നല്ല നല്ല വാക്കുകളെ നാവിൽ നിന്ന് വന്നിടാവൂ. നന്നന്ന നാനാന. അങ്ങനൊരു സൺഡേ സ്കൂൾ പാട്ട് ഞാൻ പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ട്. എൻ്റെ ഡോണ അവിടെ നിന്ന് ചിരിക്കുന്നു. പറയുന്നത് എത്ര ക്ലിയറായിട്ടാണ് പറയുന്നത്. നന്നന്ന നാനാന, നല്ല നല്ല വാക്കുകളെ നാവിൽ നിന്ന്. സോ ഡിയർ ചിൽഡ്രൻ, always watch your words. It should be tastier than honey. അങ്ങനെ ആയിരിക്കണം. മറ്റുള്ളവരോട് നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ അവർക്ക് ആശ്വാസം കണ്ടെത്തണം. അല്ലാതെ പെട്രോള് തീയിലൊഴിക്കുന്ന പോലെ ആവരുത്. വാച്ച് യുവർ വേർഡ്സ്. ലാസ്റ്റ്, ഈ അപ്പൻ ഈ മോന് കൊടുക്കുന്ന ലാസ്റ്റ് ഉപദേശമാണ്. വേഴ്സസ് കമൻസിങ് ഫ്രം 25 through 27 അവസാനിക്കും. അധ്യായം തീർന്നല്ലോ. ഓരോരുത്തരൊക്കെ ദീർഘശ്വാസം വിടും. ഭാഗ്യം, തീർന്നു. പ്രസംഗമൊക്കെ അതിൻ്റെ സമയത്ത് തീരും. സ്റ്റേ ഫോക്കസ്ഡ്. പറയുന്നു, എന്തോ പറയുന്നത് അറിയാമോ? നിൻ്റെ കണ്ണിമ ചൊവ്വേ മുമ്പോട്ട് മിഴിക്കട്ടെ, നിൻ്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക, നിൻ്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ, ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്, നിൻ്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക. എൻ്റെ ലാസ്റ്റ് വേഴ്സസ് ആണ് 25 തൊട്ട് 27, 25 through 27. ഇംഗ്ലീഷ് ബൈബിളുള്ള സ്റ്റുഡൻസ്, യു ഹാവ് ടു ഫോളോ ദി ഇംഗ്ലീഷ് ബൈബിൾ. Then you can see that here this loving father advises his children that stay focused, to keep his eyes fixed straight ahead. There are many distractions in the world today. നമ്മുടെ ചിന്തകളെയൊക്കെ മാറ്റാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങോട്ടൊക്കെ നോട്ടം പോവും, അങ്ങോട്ടൊക്കെ നോട്ടം പോവും. നോട്ടം പോയി കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്തതിൽ നോട്ടം പോയാൽ, ഇഫ് യു ഫോക്കസ് സം അതർ ഇറലവൻറ്റ് മാറ്റേഴ്സ്, സം അതർ ഡെഡ്ലി മാറ്റേഴ്സ്, യു കനോട്ട് അച്ചീവ് ദ റിയൽ സക്സസ് ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ നിങ്ങളെ എത്ര ബുദ്ധിമുട്ടിയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയാണ് വളർത്തിക്കൊണ്ട് വരുന്നത് അറിയാമോ? ഡു യു നോ ദാറ്റ് യുവർ പേരൻസ് ഹാവ് അംബിഷൻസ് ആൻഡ് ഡ്രീംസ് അബൌട്ട് യു? So you have responsibility to fulfill their dreams. And some children may question me, why they are dreaming about us? We have our own dreams. That is real. But you have to be careful. Stay focused. Stay focused. And always maintain a relationship with Lord Jesus. അപ്പോൾ നമുക്ക് നമ്മുടെ കാലുകളെ സൂക്ഷിക്കാനും നമ്മുടെ തെറ്റായിട്ടുള്ള വഴികളിൽ നിന്നൊക്കെ മാറാനും നമുക്ക് സാധിക്കും. എല്ലായ്പ്പോഴും ദൈവവചനം മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഡെയിലി. പ്രാർത്ഥിക്കുക. സങ്കടങ്ങൾ വരും, ദുഃഖങ്ങൾ വരും. അപ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. പോണ്ടർ ഹിസ് വേർഡ്സ് ആൻഡ് മെഡിറ്റേറ്റ് ആൻഡ് സബ്മിറ്റ് ഓൾ യുവർ സപ്ലിക്കേഷൻസ് ടു ഹിം and share your feelings and worries to him. Surely he will comfort you and empower you, and he will enlighten your hearts and minds to grasp more things and to do a better life. Okay. ലാസ്റ്റിലി സുവിശേഷ ഭാഗം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം, ഞാൻ സുവിശേഷ ഭാഗം വായിച്ച ലാസ്റ്റ് വാക്യം പറയുന്നത് അറിയാം? നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നോക്കി പോകാനുള്ള ഒരു കരുത്ത്. എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദോസ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ടർമോയിൽ സിറ്റുവേഷൻസ്, struggles, if we focus on Jesus Christ, if we focus on the footsteps of Jesus Christ, if we follow him, we can
be a meaningful Christian. Praise the Lord. I am going to conclude my sermon. ഈ സ്നേഹനിധിയായ പിതാവ് തൻ്റെ മക്കൾക്ക് കൊടുത്ത 5 ഉപദേശങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഗെറ്റ് വിസ്ഡം. സെക്കൻഡ് വൺ, ബി കെയർഫുൾ ഹൂ യുവർ ഫ്രണ്ട്സ് ആർ. തേർഡ് വൺ, ഗാർഡ് യുവർ ഹാർട്ട്. ഫോർത്ത് വൺ, വാച്ച് യുവർ വേർഡ്സ്. ഫിഫ്ത്ത് വൺ, സ്റ്റേ ഫോക്കസ്ഡ്. ഗോഡ് ബ്ലെസ് യു. ഇപ്പോൾ മിസ്റ്റർ സാമുവൽ ഫിലിപ്പ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും.